രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യം ഉന്നയിച്ച് RJD മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാത്തതും ലോക്സഭയിൽ സീറ്റ് നൽകാത്തതും ഉയർത്തിക്കാട്ടിയാണ് രാജ്യസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുന്നത്. ഇതിനിടെ CPIയും കേരള കോൺഗ്രസ് എമ്മും രാജ്യസഭാ സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മഹേഷ് ചന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മഹേഷ്, ഈ അവകാശവാദങ്ങളെല്ലാം പ്രാവർത്തികമായി മാറാൻ സാധ്യത എത്രത്തോളമാണ്? വീണ, രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നോമിനേഷൻ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. 18-ാം തീയതി വരെയാണ് നോമിനേഷനുള്ള സമയം. ഇപ്പോൾ ഉഭയകക്ഷി ചർച്ച പോലും LDFൽ നടന്നിട്ടില്ല. ഉഭയകക്ഷി ചർച്ച നടത്തണമെന്നും തങ്ങൾക്ക് സീറ്റ് നൽകണമെന്നും രാജ്യസഭാ സീറ്റ് നൽകണമെന്നുള്ള ആവശ്യമാണ് RJD മുന്നോട്ട് വയ്ക്കുന്നത്. 3 രാജ്യസഭാ സീറ്റുകൾ ഒഴിവരുന്നു. 3 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതിൽ 2 എണ്ണം ഇടതുമുന്നണിക്ക് വിജയിക്കാൻ കഴിയുന്നതാണ്. അതിൽ ആദ്യത്തെ സീറ്റ് CPIM തന്നെ എടുക്കും. 2ാമത്തെ സീറ്റിന് വേണ്ടിയിട്ടാണ് ഈ അവകാശവാദങ്ങൾ ഉയർന്നത്. 2ാമത്തെ സീറ്റ് വേണമെന്ന് CPIയും ആവശ്യപ്പെട്ടുണ്ട്, കേരള കോൺഗ്രസ് എമ്മും ആവശ്യപ്പെട്ടുണ്ട്. RJD ഈ ആവശ്യമായി ഉന്നയിക്കുന്നു. RJD പറയുന്ന ന്യായം, RJDക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ല. RJD ലോക്സഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് ചോദിച്ച് കൊടുത്തില്ല. 2009-ലും 2019-ലും ഒഴിച്ച് അവർക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് ലഭിച്ചിരുന്നതാണ്. അത് ഇപ്പോൾ കുറച്ചു കാലമായി നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ലോക്സഭാ സീറ്റ് വേണമെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പായിട്ട് അവർ ആവശ്യം ഉന്നയിച്ചു. അപ്പോൾ ഉഭയകക്ഷി ചർച്ച നടത്തിയിരുന്നു CPIM നേതാക്കൾ. ആ ഉഭയകക്ഷി ചർച്ചയിൽ രാജ്യസഭാ സീറ്റ് എന്ന വാദം അപ്പോൾ തന്നെ RJD നേതാക്കൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രാജ്യസഭയിലേക്ക് ഒഴിവ് വരുമ്പോൾ അത് പരിഗണിക്കണമെന്നുള്ള ആവശ്യം അവർ ഉന്നയിക്കുകയുണ്ടായി. ലോക്സഭ സീറ്റ് കിട്ടുന്നില്ല എന്ന സാഹചര്യം വന്നപ്പോൾ രാജ്യസഭാ സീറ്റിന്റെ കാര്യം അപ്പോൾ ഉഭയകക്ഷി ചർച്ച തീരുമാനിക്കാമെന്നാണ് CPI നേതാക്കൾ പറഞ്ഞത്. ഉഭയകക്ഷി ചർച്ച ഇതുവരെ നടന്നിട്ടില്ല. അതേസമയം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ലോക്സഭയിൽ അവർ പരാജയപ്പെടുക കൂടി ചെയ്തിരിക്കുന്നു. അവർക്കും രാജ്യസഭാ സീറ്റ് കിട്ടിയേ തീരൂ എന്ന നിലപാടാണ് അവർ നിൽക്കുന്നത്. CPIയും രാജ്യസഭാ സീറ്റിനുള്ള അവകാശവാദം ഉന്നയിക്കുന്നു. എന്നാൽ CPIയുടെ സന്തോഷ് കുമാർ ഇപ്പോൾ 2018 വരെ രാജ്യസഭാംഗമായി തുടരുന്നുണ്ട്. സാധാരണഗതിയിൽ CPIയും CPIയും കൂടി സീറ്റുകൾ പങ്കിട്ടെടുക്കുന്ന രീതി അത് പ്രോത്സാഹിപ്പിക്കാനാവില്ല എന്ന നിലപാടിലാണ് RJDയും കേരള കോൺഗ്രസും അടക്കമുള്ള ഘടകകക്ഷികൾ. എന്തായാലും ഉഭയകക്ഷി ചർച്ച അടിയന്തരമായി വിളിച്ച് തീരുമാനമെടുക്കുന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. മഹേഷ് ചന്ദ്രനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.